ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം ഒരു 10 മിനിറ്റ് കൊണ്ടെല്ലാം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഉള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 3 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. 1.5 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് കലക്കിയെടുത്താൽ മതി. കാരണം ഇത് ഒരുപാട് ലൂസായി പോകരുത്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പൊ ഇതേപോലെ നമ്മൾ നന്നായിട്ട് കലക്കിയെടുക്കാം. അപ്പൊ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ മാവ് കലക്കിയെടുക്കേണ്ടത്. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു നുള്ളി ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കലക്കിയെടുക്കണം. അപ്പൊ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ആണ് വേണ്ടത്. അപ്പൊ ബ്രെഡ് ഇതാ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസ് ബ്രെഡും എടുത്തിട്ട് മാവില് നല്ലപോലെ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഈ ഒരു കളറിൽ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പിന്നെ മാവ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പൊ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഈ ഒരു സെറ്റ് ഫ്രൈ ആക്കിയതിന് ശേഷമാണ് ഞാൻ മാവിലേക്ക് ആ 2 ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തത്. ബാക്കിയുള്ളത് മൊത്തം ഞാന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ബാറ്ററിലാണ് ഫ്രൈ ആക്കിയിട്ട് എടുത്തത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണേ. പിന്നെ ബ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയതാക്കിയിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കാണാൻ രസമുണ്ടാവും. പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്താൽ കുറച്ചും കൂടി നല്ലൊരു കളറ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. ഇനി ഇത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ദാ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.